പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ആലുവയ്ക്കടുത്താണ്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 4 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. മാത്രമല്ല മെട്രോ സ്റ്റേഷനിലേക്ക് 4.5 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. നല്ലൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വില്ല വരുന്നത്. 58ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല പ്രോജക്റ്റും കൂടിയാണ്. 5 മീറ്റർ വൈഡ് റോഡാണ് ഇന്റേണലായിട്ട് കൊടുത്തിട്ടുള്ളത്. പാം ട്രീയെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വില്ല ഒരുക്കിയിട്ടുള്ളത്. ഒരു സെക്യൂരിറ്റി ക്യാബിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് 9.5 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. കളമശ്ശേരി തൊട്ടടുത്ത് തന്നെയാണ്. 3.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. തൊട്ടടുത്തായിട്ട് കാർമൽ ഹോസ്പിറ്റൽ ഉണ്ട്. അവിടേക്ക് 2 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഏരിയയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വീടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. 3 സെന്റും 700 ലിങ്സുമാണ് ലാൻഡ് വരുന്നത്. 1700 സ്ക്വയർ ഫീറ്റിന്റെ 3+ യൂണിറ്റാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീടിന്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇതിന്റെ എലിവേഷൻ ഒന്ന് കാണാം. ഇതിൻ്റെ എലിവേഷൻ ഭംഗിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബോക്സി ഡിസൈൻ ആയിട്ട് ഒരു കണ്ടംപററി സ്റ്റൈലാണ് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് അകത്ത് കിട്ടിയിട്ടുണ്ട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈസി ആയിട്ട് ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് തന്നെയുണ്ട്. ഇവിടെ പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് ഒരു ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. അത് നോർത്ത് സൈഡാണ്, ഇത് വെസ്റ്റ് സൈഡാണ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. ഇനി സൗത്ത് വെസ്റ്റ് കോർണറിലേക്ക് നമുക്ക് പോകാം. ഇവിടെയായിട്ടും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് വലിയ വാഹനങ്ങൾ 2 എണ്ണം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാട്ടർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് KW വാട്ടർ കണക്ഷൻ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഈ സൈഡ് വരുന്നത് സൗത്ത് സൈഡാണ്. അവിടെയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ടൈല് വിരിച്ചിരിക്കുകയാണ്. 2 സൈഡും നടക്കാവുന്ന രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഭംഗിയായിട്ട് 2 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. വീടിൻ്റെ ദർശനം വരുന്നത് വെസ്റ്റ് സൈഡാണ്. പടിഞ്ഞാറോട്ടാണ് വീട് ഫേസ് ചെയ്യുന്നത്. നല്ല മരത്തിൽ തീർത്ത് നല്ല ഡോറ് കൊടുത്തിട്ടുണ്ട്. അതിന് നല്ല ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലിവിങ് സ്പേസിലാണ്. നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് കിട്ടിയിട്ടുള്ളത്. നല്ല നീളത്തിലാണ് ലിവിങ് സ്പേസ് ഒരുക്കിയിട്ടുള്ളത്. ഇത് പടിഞ്ഞാറ് വശമാണ്. ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 2 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. അവിടെയും 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഫ്രണ്ടിലായിട്ട് ഭംഗിയായിട്ടാണ് ഇതിന് TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളർ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. എല്ലാം വാം ലൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന എൻട്രൻസിന് മേലെയായിട്ട് ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ടേബിൾ ഇട്ടാലും കൺജസ്റ്റഡ് ആവാത്ത നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഓപ്പൺ കിച്ചൺ വന്നിട്ടുണ്ട്. നല്ലൊരു കൗണ്ടർ വന്നിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. അതിൻ്റെ മേലെ CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെയായിട്ട് നല്ലൊരു ഡിസൈനിങ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു കോക്കറി ഷെൽഫും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് കിച്ചൺ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഡൈനിങ് ഏരിയ കിട്ടിയെന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ വാഷ് ഏരിയ നമുക്കൊന്ന് കാണാം. ഭംഗിയായിട്ട് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു കൗണ്ടറാണ് നമുക്കിവിടെ വന്നുള്ളത്. നല്ലൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല മിറർ വന്നിട്ടുണ്ട്. അതും LED മിറർ തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് പാനൽ ചെയ്തിട്ടിരിക്കുകയാണ്. PVC പാനലിംഗ് ആണ് വന്നുള്ളത്. ഒരു വുഡിൻ്റെ ടെക്സ്റ്റാണ് വന്നുള്ളത്. സൈഡ് വശങ്ങളെല്ലാം ടൈൽ ഒട്ടിച്ച് ഭംഗിയാക്കിയേക്കുവാണ്. ഇവിടെയായിട്ടാണ് പവർ സ്വിച്ചും മറ്റു കാര്യങ്ങളും വന്നുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ് ലോഷനൊക്കെ നമുക്ക് താഴെ വയ്ക്കാവുന്നതാണ്. ഇത് നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. നല്ലൊരു കിച്ചണാണ് കിട്ടിയിട്ടുള്ളത്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് തന്നെയായിട്ടാണ് കിച്ചൺ വന്നുള്ളത്. കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിൽ നമുക്ക് ഫുഡും ഹോബും അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതെല്ലാം യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ക്വയർ സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. ഇവിടെയും 2 പാളി ജനൽ വന്നിട്ടുണ്ട്. അത് നോർത്ത് സൈഡാണ്, അത് ഈസ്റ്റ് സൈഡാണ്. മേലെയും ഫുള്ള് കവർ ചെയ്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പ്രൊഫൈൽ ഹാൻഡിലും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് പവർ പോയിന്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കിച്ചൺ കിട്ടിയിട്ടുണ്ട്. നേരെ വർക്ക് ഏരിയയിലേക്ക് ഒന്ന് വരാം. ഇങ്ങനെ വർക്ക് ഏരിയ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫുള്ള് കവർ ചെയ്യാനുണ്ട്. ഇതൊരു സ്ലാബ് കൊടുത്തിരിക്കുകയാണ്. അവിടെ ഒരു സിങ്ക് വരാനുണ്ട്. 2 സൈഡ് ഡോറ് കൊടുക്കാവുന്നതാണ്. ഇവിടെയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പവർ പോയിന്റും വേസ്റ്റ് ലൈനും ഒക്കെ കണക്ട് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിണർ വരുന്നത് ഇവിടെ തന്നെയാണ്. അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ നല്ലൊരു വർക്ക് ഏരിയയും അതുപോലെ തന്നെ നല്ലൊരു കിണറും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ബെഡ്റൂമിലാണ് വന്നുള്ളത്.
14 അടിയോളം നീളം വരുന്നുണ്ട്. 14 അടി നീളവും 11 അടിയോളം വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇത് ഈസ്റ്റ് സൈഡാണ്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. കബോർഡ് ആണെങ്കിൽ ഒരു ക്ലോസി ഡിസൈൻ ആണ് വന്നുള്ളത്. 2 പാർട്ടായിട്ട് ഇവിടെ തുറക്കുകയും ചെയ്യാം. ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. സെറയുടെ തന്നെയാണ്. ഹീറ്ററിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീൽ ചെയ്തിട്ടുണ്ട്. അവിടെ LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. മേലെയായിട്ട് എക്സോസ്റ്റിന് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോവാം. സ്റ്റെയറിനടി കവർ ചെയ്തിട്ടുണ്ട് ഭംഗിയായിട്ട്. ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പോൾ മേലേക്ക് കയറുന്ന സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്ന രീതിയിലാണ്. സ്റ്റെയറിൻ്റെ സ്റ്റെപ്പൊക്കെ ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്ന വശം നോർത്ത് സൈഡാണ്. അവിടെ പെർഗുളാസ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് മേലെയായിട്ട് ഭംഗിയായിട്ടാണ് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് വന്നുള്ളത്. ഒരു L ഷേപ്പിലാണ് അപ്പർ ലിവിംഗ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. 2 പാളി ജനലും വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു കമ്പ്യൂട്ടർ ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റഡി ഏരിയ ആയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. നേരെ ബെഡ്റൂമിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഇത് വെസ്റ്റ് സൈഡും ഇത് സൗത്ത് സൈഡുമാണ്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 13 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഭംഗിയായിട്ട് കബോർഡും ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇന്റീരിയലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. 2 ടാപ്പും ഷവർ കോക്കും റെയിൻ ഷവറും വന്നിട്ടുണ്ട്. മേലെയായിട്ട് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സീലിംഗിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് എക്സോസ്റ്റ് വരുന്നത്. ഇവിടെ വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ വരാനുണ്ട്. ഇനി മിറർ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് വരാനുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇപ്പോൾ നമ്മളിതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. 14 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് കബോർഡ് കൊടുത്തിട്ടുള്ളത്. ഗ്ലോസി ഡിസൈനാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. വാഷ് ബേസിൻ, മിറർ, ഇനി ലൈറ്റ് വരാനുണ്ട്. 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ് സെറയുടെയാണ് വന്നുള്ളത്. പിന്നെ ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. മേലെ നിന്ന് എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. മാറ്റ് ഡൈൽ തന്നെയാണ് ഫുള്ള് വന്നുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോവാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലാണ് വന്നുള്ളത്. ഇതിനെ ഒരു ബെഡ്റൂമായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പവർ പോയിന്റും വാട്ടർ പോയിന്റും വേസ്റ്റ് ലൈനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്ക്വയർ ട്യൂബിൻ്റെ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് 2 പാളി ജനലും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ മേലെ ഒരു ഫാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബെഡ്റൂമായിട്ടോ അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അയൺ ടേബിൾ ഇടാനുള്ള പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന ഭാഗമാണത്. ഇങ്ങനെ ലോക്ക് തുറന്ന് മേലേക്ക് കയറാവുന്നതാണ്. സ്റ്റീപ്പായിട്ടൊന്നുമല്ല, ഈസി ആയിട്ട് കയറാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹാൻഡിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും നമുക്ക് യൂസ്ഫുൾ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് ഒന്ന് വരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ്. ഫുള്ളി സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ടഫിൻ്റെ ഗ്ലാസ് വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു ബാൽക്കണിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഗംഭീരമായിട്ടുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 3 സെൻറ്റും 700 ലിങ്സുമാണ് ലാൻഡ് വരുന്നത്. 1700 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂട്ടിലിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതിന് ചോദിക്കുന്ന വില 69 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്, നല്ല നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും നമുക്ക് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോപ്പർട്ടിയും കൂടിയാണ്. കാരണം കളമശ്ശേരിക്ക് അടുത്താണ് നമ്മൾ. അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് കളമശ്ശേരി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടുള്ളൊരു വില്ല പ്രോജക്റ്റിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇതെടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന വീടുകളും അതായത് നിങ്ങളുടെ ബഡ്ജറ്റിനിണങ്ങുന്ന വീടുകളും സെലക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.